എസിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്കും അവരെ സ്പോൺസർ ചെയ്യുന്ന കമ്പനികൾക്കും വലിയ ആശങ്കയുണ്ടാക്കിയിരുന്ന ഒരു പുതിയ വാർത്തയായിരുന്നു ഗ്രീൻ കാർഡിലെ സ്റ്റേറ്റസ് മാറ്റം. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അഥവാ USCIS അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അതായത് AOS സംബന്ധിച്ച് പുതിയ ഒരു പോളിസി മെമ്മോ പുറത്തിറക്കിയിരുന്നു. അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമേ ഇനി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അനുവദിക്കൂ എന്നാണ് മെമ്മോ വഴി ലഭിച്ചിരുന്ന അറിയിപ്പ്. ഈ മെമ്മോ വന്നതോടെ നിരവധി സംശയങ്ങൾ ആളുകൾക്കുണ്ടായിരുന്നു. എന്നാൽ US പ്രമുഖ ഉദ്യോഗസ്ഥർ ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ മാറ്റം, ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും ആളുകളുടെ സംശയവും അതിന് അധികൃതർ നൽകുന്ന ഉത്തരവുമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അഥവാ AOS എന്നും തൊഴിലുടമകൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രാധാന്യമെന്നും നോക്കാം. അമേരിക്കയ്ക്കുള്ളിൽ തങ്ങിക്കൊണ്ട് തന്നെ ഒരാളുടെ താൽക്കാലിക വിസ സ്റ്റേറ്റസ് മാറ്റി ഗ്രീൻ കാർഡിലേക്ക് മാറുന്ന പ്രക്രിയയാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അഥവാ AOS എന്ന് വിളിക്കുന്നത്. തൊഴിലുടമകളെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു ഉപാധിയാണ്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട ജീവനക്കാർക്ക് അന്താരാഷ്ട്ര യാത്രകൾ നടത്താതെയും സ്വന്തം നാട്ടിലെ കോൺസുലേറ്റുകളിൽ പോയി വിസ പ്രോസസ്സിംഗ് നടത്തേണ്ടി വരുന്ന റിസ്ക് ഒഴിവാക്കാനായിട്ടും അമേരിക്കയിൽ തുടർന്ന് ജോലി ചെയ്യാൻ ഇത് അവരെ സഹായിക്കുന്നു. 2026 മെയ് 21 പുതിയ മെമ്മോയിലൂടെ USCIS എന്താണ് വ്യക്തമാക്കുന്നത്? ഈ പുതിയ മെമ്മോ വഴി പുതിയ നിയമങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പകരം അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് എന്നത് അപേക്ഷകന്റെ അവകാശമല്ല, മറിച്ച് അത് ഗവൺമെന്റിന്റെ വിവേചനാധികാരവും ഭരണപരമായ ദയയും മാത്രമാണെന്ന് USCIS ഓർമ്മിപ്പിക്കുന്നു. വിദേശത്തുള്ള കോൺസുലർ പ്രക്രിയ ഒഴിവാക്കി നേരിട്ട് അമേരിക്കയിൽ നിന്നും ഗ്രീൻ കാർഡ് നേടാൻ ശ്രമിക്കുന്നവർ കൂടുതൽ കടുത്ത പരിശോധനകൾ നേരിടേണ്ടി വരും. ഇങ്ങനെയുള്ള അപേക്ഷകൾ സ്വീകരിക്കണമെങ്കിൽ കൃത്യമായ അസാധാരണ സാഹചര്യങ്ങളോ വ്യക്തമായ കാരണങ്ങളോ അപേക്ഷകൻ കാണിക്കേണ്ടതുണ്ട്. പുതിയ മെമ്മോ പ്രകാരം ഓഫീസർമാർ എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു AOS അപേക്ഷ അംഗീകരിക്കുന്നതിന് മുൻപ് ഓഫീസർമാർ ചില പ്രത്യേക ഘടകങ്ങൾ അതായത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വിലയിരുത്തും. വിദേശ കോൺസുലേറ്റിൽ പോകാതെ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസിന് അപേക്ഷിച്ചത്? വിദേശത്ത് അപേക്ഷിക്കാൻ സാധിക്കാത്ത വിധം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? അനുവദിക്കപ്പെട്ട വിസ കാലാവധി കഴിഞ്ഞിട്ടും നിങ്ങൾ അമേരിക്കയിൽ തുടർന്നോ? സ്വന്തം നാട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ കുടുംബ സാമൂഹിക ബന്ധങ്ങളുണ്ട് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇതേക്കുറിച്ച് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് ഡ്യുവൽ ഇന്റന്റ് നോൺ ഡ്യുവൽ ഇന്റന്റ് വിസയ്ക്കുള്ളവരെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന സംശയമാണ് കൂടുതലായി ചോദിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിലവിൽ H1B, L1 വിസകൾ പോലെയുള്ള ഡ്യുവൽ ഇന്റന്റ് വിസകളിലുള്ളവർക്ക് ഒരു താൽക്കാലിക വിസയിൽ ഇരിക്കുമ്പോൾ തന്നെ ഗ്രീൻ കാർഡിന് ശ്രമിക്കാൻ നിയമപരമായ അനുവാദമുണ്ട്. എന്നാൽ TN, E3, F1 OPT, J1 ഒപ്പം ചില സാഹചര്യങ്ങളിൽ O1 വിസയിലുള്ളവർ നോൺ ഡ്യുവൽ ഇന്റന്റ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. പുതിയ പോളിസി മെമ്മോയിൽ വ്യക്തത വരുത്തുന്നത് വരെ ഇത്തരം നോൺ ഡ്യുവൽ ഇന്റന്റ് വിസകളിലുള്ളവർക്ക് പുതിയതായി I-485 ഫയൽ ചെയ്യുന്നത് തൽക്കാലം നിർത്തിവെക്കുന്നതാണ് നല്ലതെന്നാണ് നിയമവിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. H1B ഉള്ളവർക്ക് പോലും ശക്തമായ തെളിവുകൾ ഹാജരാക്കേണ്ടി വന്നേക്കാമെന്നും അവർ പറഞ്ഞു. PERM I-140 അപേക്ഷകളെ ഈ പുതിയ മെമ്മോ ബാധിക്കുമോ എന്നും സംശയങ്ങളുണ്ട്. എന്നാൽ ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഗ്രീൻ കാർഡ് പ്രക്രിയയുടെ ആദ്യ ഘട്ടങ്ങളായ PERM ലേബർ സർട്ടിഫിക്കേഷനോ I-140 പെറ്റീഷനുകളെയോ ഈ പുതിയ മെമ്മോ ബാധിക്കില്ല. ഈ പ്രക്രിയകൾ കമ്പനികൾക്ക് സാധാരണ പോലെ തന്നെ തുടർന്നും കൊണ്ടുപോകാം. AOS അപേക്ഷ നൽകി ജോലി ചെയ്യാനുള്ള പെർമിറ്റിൽ മാത്രം കഴിയുന്നവർ നേരിടുന്ന അപകട സാധ്യത എന്താണ് നമുക്ക് നോക്കാം. തങ്ങളുടെ മുൻപത്തെ നോൺ ഇമിഗ്രന്റ് വിസകൾ ഉദാഹരണത്തിന് H1B നിലനിർത്താതെ നിലവിൽ തീർപ്പാക്കാത്ത I-485 അപേക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള വർക്ക് പെർമിറ്റിൽ മാത്രം ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് വലിയ റിസ്ക് ഉണ്ട്. പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഈ AOS അപേക്ഷ നിരസിക്കപ്പെട്ടാൽ അവർക്ക് ബാക്കപ്പ് വിസ സ്റ്റേറ്റസ് ഇല്ലാത്തതിനാൽ അവരുടെ ജോലി ചെയ്യാനുള്ള അനുമതിയും നിയമപരമായ താമസവും പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടേക്കാം. നിലവിൽ കമ്പനികളും തൊഴിലുടമകളും അടിയന്തരമായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. തൊഴിലുടമകൾ ഇനി പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിലൊന്നാമത്തത് ഓഡിറ്റിംഗ് ആണ്. കമ്പനിയിലെ വിദേശ ജീവനക്കാരുടെ ഗ്രീൻ കാർഡുകൾ പരിശോധിക്കുക. ഓരോരുത്തരും നിലവിൽ ഏത് വിസയിലാണ് ഉള്ളതെന്നും AOS ഘട്ടത്തിലേക്ക് എത്താറായോ എന്നും ഉറപ്പാക്കുക. അടുത്തത് EAD മാത്രം ആശ്രയിക്കുന്നവരെ കണ്ടെത്തുക എന്നതാണ്. മറ്റ് വിസകളില്ലാതെ AOS അധിഷ്ഠിത EAD മാത്രം ആശ്രയിച്ച് കഴിയുന്ന ജീവനക്കാരെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പ്ലാനുകൾ തയ്യാറാക്കി നൽകുക.
ഇനി വരുന്നത് പോളിസി മാറ്റങ്ങളാണ്. ഗ്രീൻ കാർഡ് സ്പോൺസർഷിപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് ജീവനക്കാരെ H1B പോലെയുള്ള ഡ്യുവൽ ഇന്ത്യൻ വിസകളിലേക്ക് മാറ്റുന്നത് കമ്പനിയുടെ പോളിസിയുടെ ഭാഗമാക്കുക. അടുത്തത് ശക്തമായ തെളിവുകളാണ്, അതായത് എവിഡൻസ് പാക്കേജ്. ജീവനക്കാരുടെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അവരുടെ പ്രത്യേക കഴിവുകൾ വ്യക്തമാക്കുന്ന കമ്പനിയുടെ സപ്പോർട്ട് ലെറ്ററുകൾ, നികുതി വിവരങ്ങൾ, മുൻപ് കാലത്തെ കൃത്യമായ നിയമപരമായ ജോലിയുടെ രേഖകൾ എന്നിവ ഉൾപ്പെടുത്തി ശക്തമായ തെളിവുകളുടെ പാക്കേജ് തയ്യാറാക്കുക. അടുത്തത് അവരെ ഇന്റർവ്യൂവിന് തയ്യാറെടുപ്പിക്കുക എന്നതാണ്. എന്തുകൊണ്ട് കോൺസുലാർ പ്രോസസ്സിംഗ് നടത്തിയില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ജീവനക്കാരെ ലീഗൽ കൗൺസിലിന്റെ സഹായത്തോടെ മുൻകൂട്ടി തയ്യാറാക്കുക. നിലവിൽ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഫാമിലി ബേസ്ഡ് അപേക്ഷകരെ ഇത് ബാധിക്കുമോ എന്ന സംശയവും പലയിടത്തു നിന്നായി ഉയരുന്നുണ്ട്. ഇത് ഫാമിലി ബേസ്ഡ് അപേക്ഷകളിലും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ മെമ്മോ ഫാമിലി ബേസ്ഡ് അപേക്ഷകളിലും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് US പൗരന്മാരെയോ ഗ്രീൻ കാർഡ് ഉള്ളവരെയോ വിവാഹം കഴിച്ച നിലവിൽ സ്റ്റേറ്റസ് ഇല്ലാത്ത പങ്കാളിയുടെ കേസുകളിൽ അനിശ്ചിതത്വം വർദ്ധിക്കും. അതിനാൽ അപേക്ഷകൾ പിൻവലിക്കേണ്ടതില്ല എങ്കിലും ഇന്റർവ്യൂകൾക്കും തെളിവുകൾ സമർപ്പിക്കാനും കൂടുതൽ മുൻകരുതലുകൾ എടുക്കണം. ഗ്രീൻ കാർഡ് ഇന്റർവ്യൂകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കടുത്ത പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. കൃത്യമായ നിയമോപദേശവും ശക്തമായ തെളിവുകളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയെ നേരിടാൻ സാധിക്കൂ.